എല്ലാവർക്കും വന്ദനം. കർത്താവിൻ്റെ കൃപ കൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തി. ഇന്ന് രാവിലെ നമുക്ക് 10:30 ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുടെ സമാപന സമയമാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് പ്രാർത്ഥനയില്ല. ഇന്ന് പകലോടുകൂടി ആ പ്രാർത്ഥന അവസാനിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാ ചർച്ചിലെ ദൈവമക്കളെയും പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വന്ന് അനുഗ്രഹിക്കപ്പെടണം, അവസരങ്ങളെ ഉപയോഗിക്കണം, അഭിഷേകം പ്രാപിപ്പാനും ദൈവിക ദർശനങ്ങൾ പ്രാപിപ്പാനും കിട്ടുന്ന സമയങ്ങളൊന്നും പാഴാക്കി കളയരുത്. യാക്കോബിനെ പോലെ അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഒത്തിരി പേർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതും ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. അന്യഭാഷകളിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളെല്ലാവരും തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരും തന്നെ അന്യഭാഷ ലഭിച്ച നിങ്ങളെല്ലാവരും തന്നെ മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പരിശീലിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നാച്ചുറലായിട്ട് പോകുന്ന പലരുടെയും ജീവിതശൈലി സൂപ്പർ നാച്ചുറലായിട്ട് മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം പരിമിതികളുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇത്രയൊക്കെ ചോദിക്കുകയുള്ളൂ. കർത്താവേ, എനിക്കൊരു 1,00,000 രൂപയുടെ ആവശ്യമുണ്ട്. എന്നാൽ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. അത് എത്ര കോടി രൂപയുടെ ആവശ്യങ്ങളും കാര്യങ്ങളും പ്രോജക്റ്റുകളാണെന്ന് നമുക്ക് പോലും അറിയില്ല. നാം നമുക്ക് വേണ്ടി ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ ബുദ്ധി കൊണ്ട് ചോദിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നമുക്ക് കുറേ പരിമിതികളുണ്ട്. തലച്ചോറ് നമ്മളോട് പറയും, നീ ഇന്നയാളല്ലേ, നീ ഇന്നയാളുടെ മോനല്ലേ, നീ ഇത്രത്തോളം പ്രായമായിട്ട് നിനക്ക് ഇത്രയൊക്കെയല്ലേ കഴിഞ്ഞുള്ളൂ. തലച്ചോറ് നമ്മോട് പറയുന്ന കുറേ കാര്യമുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ടേ നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ദൈവം ചോദിക്കുന്നത് പോലെ കാര്യങ്ങൾ ചോദിക്കും. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വീക്ക്നെസ്സാണ്. വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ വലിയ വിശ്വാസം വേണം. എന്നാൽ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്, വിശ്വാസത്തിൻ്റെ ബലഹീനത, അതിന് തുണ നിന്നിട്ട് ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ആത്മാവ് ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ആത്മാവ് ഇടിവിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കും. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് പ്രൈസ് ജനറേഷൻ കുടുംബങ്ങൾ മാറണം. നിങ്ങളുടെ പ്രാർത്ഥന 1 മണിക്കൂറാണെങ്കിൽ അതിൻ്റെ 50 മിനിറ്റ് അന്യഭാഷയെ പ്രാർത്ഥിക്കുക. 10 മിനിറ്റ് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. മതി. 2 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ 15 മിനിറ്റ് ഒഴികെ ബാക്കി മുഴുവനും, ആ 2 മണിക്കൂറിൻ്റെ ബാക്കി സമയം മുഴുവനും നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. 3 മണിക്കൂറാണെങ്കിലും 15 മിനിറ്റ്, 10 മണിക്കൂറാണെങ്കിലും 15 മിനിറ്റ് മതി. ഒടുവിൽ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സമയം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങളും വെളിപ്പാടുകളും കാണും. പ്രാർത്ഥനയിൽ വളർന്നു വരണം. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. നമുക്ക് ആത്മാവ് കൊണ്ട് പാടാൻ കഴിയും. ഇപ്പോൾ ഒരു പാട്ട്, ഇംഗ്ലീഷ് പാട്ട് കേട്ടു. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഒത്തിരി ഇംഗ്ലീഷ് പാട്ട് പാടാറുണ്ട്. ആ ഇംഗ്ലീഷ് പാട്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല, ഒപ്പം പാടാൻ പറ്റുന്നില്ല. നിങ്ങൾ അന്യഭാഷയെ പാട്, ആ ട്യൂണിൽ അങ്ങോട്ട് പാട്, ആത്മാവ് കൊണ്ട് പാട്, മതി. ചില രാജ്യത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഭാഷ, ആഫ്രിക്കൻ ഭാഷയിൽ അവർ പാടുമ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റില്ല. സ്പാനിഷ് ഭാഷ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഉടനെ എന്ത് ചെയ്യും? ചില ഇംഗ്ലീഷ് പാട്ട് നോക്കിയാൽ, അവർ ലിറിക്സ് നോക്കിയാലും നമുക്ക് പാടാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ അങ്ങോട്ട് പാടണം, ആത്മാവ് കൊണ്ട് പാടണം. ദൈവം നമുക്ക് അങ്ങനെ ഒരു കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള സമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. പ്രിയനേ യേശുവേ,
രക്ഷക എൻ പ്രിയനേ യേശുവേ രക്ഷക നിൻ കരമെൻ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്കന്നേ നിൻ കരമെൻ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്കന്നേ ഓ കർത്താവേ അഗ്നി എന്നിൽ കത്തട്ടെ ഓ കർത്താവേ അഗ്നി എന്നിൽ കത്തട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ എൻ ഹൃദയം എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ യേശുവേ ഞങ്ങളൊന്ന് ശുദ്ധി ചെയ്യണം കർത്താവ് ഒരു പൊന്നിനും ഒരു മുത്തിനും സ്വയമായി ശുദ്ധി ചെയ്യാൻ കഴിയില്ല തട്ടാൻ അതിനെ ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ വിലയേറിയതായി ഒരു കീടവുമില്ലാതെ വരുന്നത് വരെ അഗ്നിയിൽ ശോധന ചെയ്ത് ഞങ്ങളൊന്ന് പുറത്തെടുക്കണമേ കർത്താവ് ഞങ്ങളുടേതെല്ലാം വെണ്മയായി തീരട്ടെ കർത്താവേ ഞങ്ങളെ മുഴുവനും സർവസ്വവും അങ്ങയുടെ അഗ്നി കൊണ്ടൊന്ന് കത്തിക്കണമേ കർത്താവേ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം വെണ്മയാ തീരട്ടെ
വെണ്മയാ തീരട്ടെ എൻ്റെ താമെല്ലാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാ ദിവസവും ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന നമുക്ക് ഒത്തിരി സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്ന് തരുന്നുണ്ട്. ഇന്ന് ഈ ആഴ്ചയിലെ സമാപന സന്ദേശം ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലെ ജോസഫ് യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ടെടുക്കാം. കർത്താവിനെ പോലെ കഷ്ടങ്ങൾ സഹിച്ചു, അതിനുശേഷം അതിനെ ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി, എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു എന്ന് യേശുവിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യനായി ജോസഫ് മാറി. വെറും ഒരു ആട്ടിടയൻ്റെ മകൻ. എന്നാൽ ദൈവം അവനെ കൊണ്ടുപോയി എത്തിച്ച ഉയർച്ച എത്ര വലുതാണ്. അതിൻ്റെ കാരണം അവൻ്റെ അപ്പനായ ആട്ടിടയൻ അബ്രഹാമിൻ്റെ കൊച്ചുമോനാണ്, വാഗ്ദത്തമുള്ളവനാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പുമാണ്. വെറുതെ ഒരുവനെ ദൈവം ഉയർത്താറില്ല. അത് ദൈവത്തിൻ്റെ പ്രോഗ്രാമിലാണെങ്കിൽ അവൻ താഴ്ന്നു പോകുന്ന ഒരു പ്രോഗ്രാം അവൻ്റെ ജീവിതത്തിൽ വരില്ല. നീ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനകത്ത് അബ്രഹാമിൻ്റെ മകനായി ക്രിസ്തുവേശുവിലൂടെ ജനിച്ച വ്യക്തിയാണോ, നിനക്കിനി പരാജയപ്പെടാൻ കഴിയില്ല. നീ ഉയർന്നുയർന്ന് ജോസഫിനെ പോലെ ഈ കാലഘട്ടത്തിലെ ഒരത്ഭുതമായിട്ട് മാറും. അതാണ് വേദപുസ്തകം പറയുന്നത്. ജോസഫിൻ്റെ ജീവിത വിജയത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകളെയെല്ലാം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും. നാം ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ, നാം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലാണെങ്കിൽ, ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പിലും പെട്ടവരാണെങ്കിൽ നമ്മുടെ എല്ലാ വേദനകളെയും നമുക്ക് അനുഗ്രഹമാക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ഒരു വാക്യം വായിച്ചാൽ അത് 42 ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം, ഉൽപ്പത്തി 41 അധ്യായത്തിൻ്റെ 51 മുതൽ വായിച്ചാൽ ജോസഫ് പറയുകയാണ്, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. ദൈവം എൻ്റെ എല്ലാ കഷ്ടതയും, എൻ്റെ ദുഃഖങ്ങളെല്ലാം, എൻ്റെ വീട്ടുകാർ ചെയ്തതെല്ലാം മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് മൂത്ത മോനെ മറന്നുപോയി എന്ന് പേരിട്ടു. മനശ്ശെ എന്ന വാക്കിൻ്റെ അർത്ഥം മറന്നുപോയി. അടുത്തത് 52, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവനെ എഫ്രയീം എന്ന് പേരിട്ടു. എവിടെ കരഞ്ഞുവോ, എവിടെ മരിക്കുമെന്ന് വിചാരിച്ചോ, എവിടെ ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിച്ചുവോ, എവിടെ അപമാനിക്കപ്പെട്ടുവോ, എവിടെ ജയിലിലടക്കപ്പെട്ടുവോ, എവിടെ കള്ളക്കേസിൽ കുരുങ്ങിയോ, എവിടെ വേദനിച്ചുവോ, എവിടെ തകർന്നുവോ, എവിടെ രക്ഷപ്പെടാൻ കൊതിച്ചുവോ, അവിടെ ദൈവം വർദ്ധിപ്പിച്ചു.
സങ്കടദേശത്ത് ദൈവം വർദ്ധിപ്പിച്ചു. എഫ്രൈം എന്ന വാക്കിൻ്റെ അർത്ഥം സങ്കടദേശത്ത് ദൈവം വർദ്ധിപ്പിച്ചു. ഇത് പറയുമ്പോൾ നിങ്ങൾ കരയുന്ന സ്ഥലത്ത് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ഇത് കേൾക്കാനാണ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടെ കരയുന്നു, എവിടെ മരിക്കണമെന്ന് ചിന്തിച്ചു, ആ വീട്ടിൽ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ അയൽവാസികൾ നിങ്ങൾക്ക് നേരെ പരാജയം ചൂണ്ടിയെങ്കിൽ ആ നിങ്ങളുടെ അതേ വീടിൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയും, ഈ ദേശത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നിങ്ങളുടെ കുടുംബമാണെന്ന് പറയുന്ന ഒരു സീസൺ വരും. ഈ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന വാക്കിനെ ഇന്ന് മുറുകെ പിടിക്കാൻ എത്ര പേരുണ്ട്? നിങ്ങൾ കരഞ്ഞ വീട്ടിൽ, നിങ്ങൾ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ വീട്ടിൽ, തകർന്നു കിടക്കുന്ന വീട്ടിൽ, ഒരു പുരോഗതിയും ഇല്ലാത്ത വീട്ടിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ഒഴുകി വരുന്നത് നിങ്ങൾ കാണും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന വചനം പോലെ എല്ലായിടത്തും ആ നന്മ വരുന്നത് നിങ്ങൾ കാണും. ജോസഫിൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ വന്നു? ഒന്ന്, അവനോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അവൻ്റെ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അതാണ് ഒന്നാമത്തെ കാര്യം. അവൻ്റെ കുടുംബത്തോട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതായത് ജോസഫിനെ മിസ്രൈമിൽ കൊണ്ടുപോയി അവനെ ട്രെയിൻ ചെയ്ത് അവനെ വലിയവനാക്കിയ ശേഷം യാക്കോബിൻ്റെ കുടുംബത്തെ മിസ്രൈമിൽ കൊണ്ടുവന്ന് ഗോശാൻ ദേശത്ത് പാർപ്പിക്കണമെങ്കിൽ ജോസഫ് അവിടെ ഉന്നതനാകണം. ദുഷ്ടന്മാരായ ഫറവോ രാജാക്കന്മാർക്ക് മുകളിൽ ജോസഫ് കയറിയാൽ മാത്രമേ അത് നടക്കൂ. ഗോശാൻ എന്ന് പറയുന്നത് മിസ്രൈമിലെ ഏറ്റവും സമൃദ്ധമായ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇവർ സന്താന സമ്പന്നരായി പെരുകി ബലപ്പെടണം. രാജ്യത്തെക്കാൾ അവർ ശക്തരാകണം. അപ്പോൾ ഈജിപ്തുകാരേക്കാൾ യാക്കോബിൻ്റെ കുടുംബം ഉയരണമെങ്കിൽ അവർക്കതിനുള്ള വേദികൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു വ്യക്തിയെ ദൈവത്തിന് ട്രെയിൻ ചെയ്തെടുക്കണം. അതാണ് ജോസഫ്. അങ്ങനെ ജോസഫ് കടന്നുപോയ എല്ലാ വേദനകളും പുറകെ വരുന്നവർക്ക് നന്മയായി തീർന്നു. അബ്രഹാം അനുഭവിച്ച എല്ലാ വേദനകളും പിന്നീട് വന്നവർക്ക് വിടുതലായി മാറി. യേശു അനുഭവിച്ച സകല കഷ്ടതകളും അവനെ കൈക്കൊണ്ട് അവനിലൂടെ വീണ്ടും ജനിച്ചവർക്ക് സൗഖ്യവും വിടുതലും നിത്യജീവനുമായി മാറി. എത്ര പേർ ചേർന്ന് യേശുവിന് മഹത്വം കൊടുക്കും? അപ്പോൾ മുന്നിൽ പോയവർ അനുഭവിച്ച വേദനകൾ പുറകെ വന്നവർക്ക് ഗോശാൻ ദേശം ലഭിക്കുവാൻ, സമൃദ്ധി ലഭിക്കുവാനിടയായി. അപ്പോൾ ജോസഫ് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് കയ്യും കണക്കും ഇല്ലെങ്കിലും പിന്നത്തേതിൽ ദൈവം അവനെ ആര് സഹിച്ചോ അവർ കൂടെ വാഴുമെന്നാണ്. അവനെ തന്നെ ദൈവം ഏറ്റവും അധികം ഉയർത്തി. ആര് വേദനിക്കുന്നു, ആര് ത്യാഗപരമായി ജീവിക്കുന്നു, ആര് ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമോ അവർ തന്നെ നന്മ കാണും. മേശക്, ശദ്രക്, അബേദ്നെഗോവ് നന്മ കണ്ടതുപോലെ തന്നെ ഈ ദൈവം വിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വേറെ ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് തീയുടെ മണം പോലും തട്ടാതെ തീയിലൂടെ നടക്കാൻ, രോമം പോലും കരിയാതെ, രാവിലെ അടിച്ച സ്പ്രേയുടെ മണം പോലും പോകാതെ തീയിലൂടെ നടക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. അവരുടെ കൂടെ യേശു കർത്താവ് ഇറങ്ങി നടന്നു. വേദനകളിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമെങ്കിൽ ദൈവം നിങ്ങളെ ഒപ്പം ഇറങ്ങുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ദാനിയേൽ പ്രവചനമെല്ലാം. അതുകൊണ്ട് വേദപുസ്തകം വായനയിൽ നിങ്ങൾ ഒരു സ്ഥിരതയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിരാശരും കുഴഞ്ഞവരും തകർന്നവരും തളർന്നവരുമാകില്ല. അനുദിനം കഴുകന്മാരെ പോലെ ശക്തിയെ പുതുക്കി ചിറകടിച്ച് കയറും. പ്രശ്നത്തിൻ്റെ മുകളിൽ, കാർമേഘങ്ങളുടെ മുകളിൽ കയറണം. ഇന്ന് നിങ്ങളുടെ വീടിന് നേരെയുള്ള മുകളിലുള്ള കാർമേഘമുണ്ടല്ലോ, പ്രശ്നങ്ങൾ, അതിൻ്റെ മുകളിൽ നിങ്ങൾ പറന്ന് കയറണം. ജോസഫിനെ ദൈവം അതിൻ്റെ മുകളിൽ കയറ്റി, ദാവീദിനെ മുകളിൽ കയറ്റി, മോശയെ മുകളിൽ കയറ്റി, യോശുവയെ മുകളിൽ കയറ്റി, ഏലിയാവിനെ ഏലീശയെ മുകളിൽ കയറ്റി. യേശു കർത്താവ് എല്ലാറ്റിൻ്റെ മുകളിൽ കയറി. വിശ്വസിക്കുന്നവരെല്ലാം അവൻ ഇപ്പോഴും മുകളിൽ
പ്രശ്നങ്ങളുടെ മുകളിൽ കയറ്റും. പ്രശ്നങ്ങളാകുന്ന കടലിൻ്റെ മീതെ നടന്ന് പത്രോസിനെ അതിൻ്റെ മുകളിലൂടെ നടത്തിയ കർത്താവ് നമ്മെ മറിച്ചു കളയും, മുക്കിക്കളയുമെന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ മുകളിലൂടെ താണു പോകാതെ നടത്താൻ വിശ്വസ്തനാണ്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കാലേബിന്റെ ചരിത്രം നമ്മൾ കേട്ടു. ഇന്ന് ജോസഫിന്റെ ചരിത്രമാണ്. കാലേബ് വിശ്വസ്തനായിരുന്നു. ഇതാ മോശയ്ക്ക് ശേഷം വന്ന കാലേബിന്റെ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇവിടെ ജോസഫിന്റെ ചരിത്രം വായിക്കുമ്പോഴെല്ലാം നമുക്ക് ഒന്നും കളയാനില്ല. ബാക്കി ജോസഫിൻ്റെയും ദാനിയേലിൻ്റെയും ചരിത്രം എടുത്താൽ അതിൽ നിന്ന് നമുക്ക് കളയാനൊന്നുമില്ല. പഴയ നിയമത്തിൽ മോശയുടെ ചരിത്രത്തിൽ നിന്ന് കളയാനുണ്ട്. കാരണം മോശ 3000 പേരെ കൊന്നു. ഇങ്ങനെ കുറേ കഥകൾ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാം. എന്നാൽ നല്ല റോൾ മോഡലായിട്ടുള്ളവർ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അതിലൊന്നാണ് ജോസഫ്. ജോസഫ് ഫലപ്രദമായ വൃക്ഷം, അതിൻ്റെ കൊമ്പുകൾ മതിലുകളുടെ മീതെ പടരുമെന്ന്, അതായത് പരിമിതികളെ പൊളിച്ചു വളരുന്നവനാണ് ജോസഫിൻ്റെ ജീവിതം. ദൈവത്തിൻ്റെ പ്രോഗ്രാമായിരുന്നു. 2, അവന് ദൈവ വിളിയുണ്ടായി. 12 മക്കളിൽ ഇവന്റെ മേലൊരു വിളി കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ പ്രോഗ്രാമിലുള്ള കുടുംബമാണ്. അടുത്തത് അവൻ്റെ മേലൊരു ദൈവത്തിൻ്റെ വിളിയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. ദൈവത്തിൻ്റെ വിളി എല്ലാവരുടെ മേലുണ്ട്. അടുത്തത്, ആ വിളി അവനെ വേദനകളിലൂടെയുള്ള ഒരു യാത്രയിൽ അവനെ തള്ളിവിട്ടു. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ അപ്പം പറഞ്ഞു വിട്ടതാണ്. പിന്നീട് ജോസഫ് തിരിച്ചു വന്നില്ല. അവൻ കടന്നുപോയ വേദനകൾ അപ്പൻ അറിഞ്ഞില്ല, സഹോദരങ്ങൾ അറിഞ്ഞില്ല. അപ്പനോട് സഹോദരങ്ങൾ പറഞ്ഞു അവൻ മരിച്ചുപോയി. അവൻ്റെ വസ്ത്രമൊക്കെ കാണിച്ചു കൊടുത്തു. ഏതോ കാട്ടുജീവി, ഒരു ക്രൂര മൃഗം അവനെ കൊന്നു കാണും എന്ന് പറഞ്ഞു. അപ്പൻ അത് വിശ്വസിച്ചു. നീണ്ട വർഷങ്ങൾ അപ്പൻ കരഞ്ഞു. സഹോദരങ്ങൾ ഇത് രഹസ്യമായി സൂക്ഷിച്ചു. ദൈവം അതെല്ലാം നന്മയാക്കി മാറ്റി. അവന് മരിക്കാൻ കഴിയില്ല. ജോസഫിന് ഒരു സ്ഥലത്തും മരിക്കാൻ കഴിയില്ല. പൊട്ടക്കിണറ്റിൽ വീണു. അവൻ്റെ നട്ടല് തകർന്ന് മരിക്കാമായിരുന്നു, മരിക്കില്ല. അവന് കേടുവരില്ല. അവൻ അവിടെ നിന്ന് പുറത്തു വന്നു പോത്തിഫേറിൻ്റെ വീട്ടിൽ. ആ പോത്തിഫേർ അവനെ കൊല്ലാമായിരുന്നു, അടിച്ചു കൊല്ലാമായിരുന്നു, തൊടില്ല. ജയിലിൽ അടച്ചു. ജയിലിൽ അവനെ ക്രൂരമായി പീഡിപ്പിക്കാമായിരുന്നു, തൊടില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. അവന് കേടുപറ്റാത്ത വേദനകളല്ലാതെ വേറൊരു വേദനയും ദൈവം അനുവദിച്ചില്ല. അവിടെയെല്ലാം ദൈവം അവനെ കൺമണി പോലെ കാക്കുകയാണ്. അതെല്ലാം ഓർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കും. സമയമായപ്പോൾ രാജകൊട്ടാരത്തിൽ ചെന്ന് ഫറവോയുടെ കുടുംബത്തിൻ്റെ ഒരു പിതാവായി, രാജ്യത്തിൻ്റെ അധികാരിയായി അവൻ തീരുന്ന ചരിത്രമാണ് പിന്നീട്. അവിടെയാണ് ജോസഫ് വേദനകൾ മറക്കുന്ന സമയം ആരംഭിക്കുന്നത്. അതുവരെ അവൻ്റെ ജീവിതം വേദനകളിലായിരുന്നു. എത്ര വലിയ വേദനയാണെങ്കിലും മറക്കുമാറാക്കുന്ന ദൈവം. അപ്പോൾ എല്ലാ വേദനകളെയും അനുഗ്രഹമാക്കുന്ന ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. ഒടുവിൽ വേദനിപ്പിച്ചവർക്ക് ജോസഫ് ഒരു അനുഗ്രഹമായി മാറി. അതൊരു അറ്റകൈയാണല്ലേ. വേദനകളെല്ലാം അനുഗ്രഹമായിട്ട് മാറും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയാകും. എന്നാൽ വേദനിപ്പിച്ചവർക്ക് അത് നന്മയാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ മുതലക്കുളത്തിൽ വീണ ഒരു മണ്ടൻ്റെ കഥ ഒരിക്കലൊരു പാസ്റ്റർ ചർച്ചിൽ വന്നപ്പോൾ പറഞ്ഞു. അത് വളരെ രസകരമായ ഒരു കഥയാണ്. ഒരു രാജ്യത്തൊരു രാജാവിന് ഒരേ ഒരു മകളുണ്ടായിരുന്നു. അപ്പോൾ ഈ മകൾക്ക് ഒരു വിവാഹം, അത് ലോകത്തിലെ ഏറ്റവും വീരശൂര പരാക്രമിയെ കൊണ്ട് വേണം ഇവളെ കല്യാണം കഴിപ്പിക്കാൻ. കാരണം അവനാണ് പിന്നത്തെ രാജാവാകേണ്ടത്. ഒറ്റ മോളേ ഉള്ളൂ.
സമ്പന്നനായ വലിയ രാജ്യത്തിൻ്റെ രാജാവ് ഒരു സ്വയംവരം വെച്ചു. തൻ്റെ കൊട്ടാരത്തിൻ്റെ മുൻപിൽ വലിയ ഒരു തടാകമുണ്ടാക്കി. ആ തടാകത്തിൽ, ആ വെള്ളത്തിനകത്ത് 100 കണക്കിന് മുതലകളെ ഇട്ടു. എന്നിട്ട് ആ മുതലകൾക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടും. എന്നിട്ട് ലോകം മുഴുവൻ ഒരു വിളംബരം പ്രഖ്യാപിച്ചു. ഈ തടാകത്തിൻ്റെ ഇപ്പുറത്തുനിന്ന് ചാടി നീന്തി അപ്പുറത്ത് കയറുന്ന വ്യക്തി ആരാണോ അവനെ എൻ്റെ മകൾക്ക് ഭർത്താവായി കൊടുക്കും. അവനായിരിക്കും ഈ രാജ്യത്തിൻ്റെ അടുത്ത കിരീടാവകാശി. ലോകരാജ്യത്ത് നിന്ന് ഒത്തിരി പേര് പോയി. കേരളത്തിൽ നിന്നും പലരും പോയി കാണും. ചുമ്മാ നിൽക്കുന്ന മെനക്കെട്ട് നിൽക്കുന്ന ഒരു പുള്ളിയും ആ കൂട്ടത്തിൽ പോയി. അങ്ങനെ രാവിലെ, സ്വയംവരത്തിൻ്റെ അന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ പരിപാടി ആരംഭിച്ചു. രാജകുമാരി വലിയൊരു പൂമാലയുമായിട്ട് ജയിച്ചു കയറുന്ന വീരശൂര പരാക്രമിയുടെ കഴുത്തിൽ മാല ചാർത്താനായിട്ട് രാവിലെ തൊട്ടിരിക്കുകയാണ്. മുതലക്കുളത്തിന് ചുറ്റും വീരശൂര പരാക്രമികളെല്ലാം വന്നുകൂടി. പെൺകുട്ടിയെ കാണുമ്പോൾ ഈ കുളത്തിലോട്ട് ചാടണമെന്ന് തോന്നും. എന്നാൽ മുതലകൾ, പട്ടിണി കിടക്കുന്ന മുതലകൾ വാ പിളർന്ന് നിൽക്കുകയാണ്. മുതലകളെ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ 10, 11, 12 മണിയായി. നട്ടുച്ച വെയിലത്ത് എല്ലാവരും, ആരും ചാടാനില്ല. ഈ രാജകുമാരിയുടെ കയ്യിലുള്ള മാല വാടാൻ തുടങ്ങി. ആരും ചാടുന്ന ലക്ഷണമില്ല. ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ ചുമ്മാ നിൽക്കുന്ന ആൾക്കാരില്ലേ, ഭിത്തിയച്ചാരി, മതിലേച്ചാരിയൊക്കെ നിൽക്കുന്ന, അങ്ങനത്തെ ഒരാൾ അവിടെ വന്നിരുന്നു. കാര്യങ്ങൾ കാണാൻ വന്നതാണ്, ചുമ്മാ ഒന്ന് കാണാൻ വന്നതാണ്. എല്ലാം എത്തി നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ പുള്ളിക്കാരിങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ആരും ചാടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഏതോ ഒരുത്തൻ ഇവനെ തള്ളി താഴിയിട്ട്, എങ്ങനെ, എന്തായിരിക്കും മുതലയുടെ പ്രതികരണമെന്ന് അറിയാനാണ്. എന്നിട്ട് വേണമല്ലോ ചാടാൻ. ഇവനെ എൻ്റെ അമ്മേന്ന് വിളിച്ച്, നമ്മുടെ നാടനൊരു വിളിയുണ്ടല്ലോ, എൻ്റെ അമ്മച്ചിയേന്ന് വിളിച്ച് താഴോട്ടതോ. ഈ പട്ടിണി കടന്നിരുന്ന മുതലകളെല്ലാം 4 വഴിക്ക്, അതിനേക്കാൾ വലിയൊരു വിളിയാണ് ഇവൻ വിളിച്ചത്. മുതലകൾ 4 വഴിക്ക് പേടിച്ച് ഓടിക്കളഞ്ഞു. ഇവൻ നീന്തി അക്കരെ കയറി. രാജാവ് ഓടി വന്നു. പെൺകുട്ടി മാലയുമായി വന്നു. രാജാവ് പറഞ്ഞു, അല്ലയോ വീരശൂര പരാക്രമിയെ, എൻ്റെ മകളെ നീ വിവാഹം കഴിച്ചു. കാരണം നിന്നെപ്പോലൊരു വീരശൂര പരാക്രമി ഈ കൂട്ടത്തിൽ, ഈ ലോകത്തിൽ ആരുമില്ല. ഉടനെ ഇങ്ങേര് പറഞ്ഞെന്നാ പറയുന്നത്, രാജാവേ അതിരിക്കട്ടെ, സ്വയംവരം അടുത്തത്, അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്നെ കുളത്തിൽ തള്ളിയിട്ടത് ആരാണെന്ന് അറിയണം. അവന് 2 കൊടുത്തിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഇതാണ് നമ്മുടെ മനോഭാവം. നമ്മെ തള്ളിയിട്ടത് ആരാണ്? നമ്മെ ഓരോരുത്തർ തള്ളിയിട്ടത് കൊണ്ടാണ് നമുക്ക് നീന്തിക്കടക്കാനും നന്മകൾ ലഭിക്കാനും ഇടയായത്. ജോസഫ് തന്നെ തള്ളിയിട്ട ഈ ശൂരപരാക്രമികളെ ഗോശാൻ ദേശത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു. അവർക്ക് നന്മ കൊടുത്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. വേദനിപ്പിച്ചവരെ സഹായിക്കുക, അത് ദൈവത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. നമുക്ക് ദോഷം ചെയ്തവരെല്ലാം നമുക്കൊരു അനുഗ്രഹമാണ്. വേദനിപ്പിച്ചവർക്ക് ഒരു അനുഗ്രഹമായി മാറുക. വേദനകളെ അനുഗ്രഹമാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾ ഈ കേട്ട ദൈവവചനങ്ങൾ ആയിരങ്ങൾക്ക് വിടുതലാകട്ടെ. ഞങ്ങളെ വേദനിപ്പിച്ചവരെ പോലും ഏറ്റവും സമൃദ്ധമായ ഗോശാൻ ദേശം കൊടുത്തവരെ അനുഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഇവിടം വരെ എത്തുവാൻ ഇടയാക്കിയ കർത്താവേ, ഇതിനിടയിൽ ഞങ്ങൾക്ക് ദോഷം ചെയ്ത ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിപ്പാനും അവരുടെ കുടുംബങ്ങൾക്ക് നന്മയാകാനും ഞങ്ങളെ ഉപയോഗിക്കണമേ. ജോസഫിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തുവിൻ്റെ അതേ ഭാവം ഞങ്ങളിലുണ്ടാകട്ടെ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ കൈത്താങ്ങൽ കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ. ശരീരങ്ങളിലെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ ശാപങ്ങളും വീട് വിട്ട് മാറട്ടെ. ക്രിസ്തുവിലുള്ള ശക്തി എല്ലാവരിലും നിറയട്ടെ.
പുതിയ നന്മകളിലേക്ക് കാലൂന്നട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വേദനകളെ അനുഗ്രഹമാക്കുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. 8 മണിക്കാണ്. നേരിട്ട് പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളോട് കഴിയുന്ന എല്ലാവരോടും ആവശ്യപ്പെടുന്നു. വലിയൊരു അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൽ ബലപ്പെടാം. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ പ്രോഗ്രാം വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.